ശേഷം ആ നിയമലംഘനം ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് ആപ്പിലൂടെ നമ്മൾ വാട്സാപ്പ് സെൻഡ് ചെയ്യുന്ന കണക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്താൽ അത് നേരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്നൊരു സാമ്പിൾ വ്ളോഗാണ് കേട്ടോ. അതായത് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗോപ്രോ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മോട്ടോ വ്ളോഗ് പോലെ ചെയ്യാന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞാൻ ഹോണ്ട എടുത്തില്ല. ഞങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, 2 ബൈക്കാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. ഒന്ന് 2 വർഷം മുന്നേ വാങ്ങിച്ചിട്ടുള്ള ഹോണ്ട. ഞാൻ പറഞ്ഞിട്ട് അതിന് മുന്നേ ഞാൻ ഭയങ്കര ഒരു ബുള്ളറ്റ് ഭ്രാന്തനാണെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം വെറുതെ എന്താ പറയുക ഇരിക്കുന്ന സമയത്ത് ഒന്ന് ഫേസ്ബുക്കിൽ തിരഞ്ഞപ്പോൾ അങ്ങനെ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് കിട്ടിയാണ് ഇയാളെ. 1980 മോഡലാണ്, പക്ഷേ ഇത് പഞ്ചാബ് റീ രജിസ്ട്രേഷനാണ്. അലോയ് വീലൊക്കെ ഉണ്ട്. എനിക്ക് അലോയ് വീൽ വലിയൊരു താല്പര്യമില്ല. ബാക്കി വണ്ടി കണ്ടീഷനാണ്. അപ്പോൾ ഇവനെയും കൊണ്ടാണ് ഇന്ന് ഞാൻ പോന്നിട്ടുള്ളത്. കാര്യമായിട്ടുള്ള വർക്കൊന്നും ഞാൻ എടുപ്പിച്ചിട്ടില്ല. താല്പര്യമുണ്ട്, അവനെ കുറച്ച് പെയിൻ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കി കൊണ്ടെടുക്കാൻ നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ഇന്നൊരു മോട്ടോ വ്ളോഗ് മാത്രമല്ല, മോട്ടോ വ്ളോഗിൻ്റെ കൂടെ നമ്മളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ കൂടി തരുന്നുണ്ട്. ആക്ച്വലി ഇത് മോട്ടോ വ്ളോഗായിട്ട് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകണം എന്നുള്ള കണ്ടീഷനിലാണ് നിന്നിരുന്നത്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഗണേഷ് കുമാർ സാറിൻ്റെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ട സമയത്ത് ആ വീഡിയോ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് സൈഡിൽ പ്ലേ ചെയ്യണം. നിങ്ങൾക്ക് ഈ യാത്രയും കാഴ്ചയും പരിപാടിയും കാര്യങ്ങളൊക്കെ കാണുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഞാൻ ഈ ഗോപ്രോ വെച്ചിട്ട് ഇനി മുതൽ എന്താ പറയുക, ഞാൻ സീരിയസ് ആയിട്ട് കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബസ്സുകാരുടെ വളരെ മോശമായിട്ടുള്ള ഡ്രൈവിങ്, റാഷ് ഡ്രൈവിങ്, അങ്ങനത്തെ സംഗതികളൊക്കെ ഞാൻ ഒരുപാട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഗോപ്രോ ചെസ്റ്റ് മൗണ്ടിൽ നമ്മൾ ചെസ്റ്റ് ഉണ്ട്, ഗോപ്രോൻ്റെ ചെസ്റ്റ് മൗണ്ടിന് അതാ പറയുമല്ലോ, ഗോപ്രോൻ്റെ ഒറിജിനൽ ആക്സസറിയാണ്. ആ ചെസ്റ്റ് വെച്ചിട്ടാണ് ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഹെൽമെറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരുപാട് മോട്ടോ വ്ളോഗേഴ്സ് ഇതുപോലെ ഹെൽമെറ്റിൽ ഗോപ്രോ അല്ലെങ്കിൽ ഇതുപോലെ ആക്ഷൻ ക്യാമറാസ് ഒക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സാമ്പിൾ മാത്രമാണ്. എന്തായാലും ഞാനിനി ബൈക്കിൽ ഇങ്ങനെ ഓഫീസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഗോപ്രോ ചെസ്റ്റിൽ വെക്കാന്നുള്ള പരിപാടിയാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗണേഷ് സാറിൻ്റെ ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും കാണുക. അതൊരു പ്രത്യേക എന്താ പറയുക, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടിട്ട് ബാക്കി നമുക്ക് തിരിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ലൈറ്റ് അടിച്ചു മാറ്റുക, അപകടകരമായി വണ്ടി ഓടിക്കുക, റോഡിൽ പോകുന്നവരെ ശ്രദ്ധിക്കുക, ഇതൊക്കെ അനുസരിച്ചേ പറ്റൂ. ക്യാമറയിൽ കാണുകയാണ്. ഒരു 6 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന പോലുള്ള ചെറിയ പരിപാടികൾ. ലൈസൻസ് പോലെ എനിക്ക് വണ്ടി ഓടിക്കാമെന്ന് കരുതരുത്. പരിശോധന വളരെ കർശനമാകാൻ പോവുകയാണ്. പരിശോധന ഇനി ജനങ്ങളിലേക്ക്, നിങ്ങളിലേക്ക് തരാമാണ്. അതായത് മോട്ടോർ വെഹിക്കിളും ഉദ്യോഗസ്ഥരും പോലീസുമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തെറ്റുകൾ കണ്ടാൽ, ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും തെറ്റ് കാണിച്ച ആളിന് പണിഷ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് വാങ്ങിക്കൊടുക്കാനുള്ള പുതിയ സംവിധാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ നിലവിൽ വരും. നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം, ആ നിയമലംഘനം ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് ആപ്പിലൂടെ നമ്മൾ വാട്സാപ്പ് സെൻഡ് ചെയ്യുന്ന കണക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്താൽ അത് നേരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടും. ഉദ്യോഗസ്ഥന്മാർ ആ വീഡിയോ പരിശോധിച്ചിട്ട് നിയമലംഘനം ഉണ്ടെങ്കിൽ വണ്ടിയുടെ നമ്പരും കാണാമല്ലോ, ആ നമ്പരോട് കാണത്തക്ക രീതിയിൽ നോ പാർക്കിങ്ങിൽ കൊണ്ടിടുക. അലക്ഷ്യമായി പാർക്ക് ചെയ്ത് മാർഗ്ഗതടസ്സം സൃഷ്ടിക്കുക. 2 ബസ്സുകൾ, പ്രൈവറ്റ് ബസ്, KSRTC ഡ്രൈവർമാരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രൈവറ്റ് ബസ്സാണെങ്കിൽ ശരി 2 ബസ്സുകൾ സമാന്തരമായി നിർത്തുക. അതിനിടയിൽ കൂടെ വേറെ ബസ് കയറിപ്പോയിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യാം. അത്തരം പരിപാടികൾ വീഡിയോയിൽ പകർത്തി അയച്ചാൽ വലിയ ശിക്ഷയുണ്ടാവും. വലിയ ഫൈൻ അങ്ങ് വീട്ടിൽ വരും. വേറെ കുഴപ്പമൊന്നുമില്ല ജനങ്ങളുടെ മുമ്പിൽ. അതുപോലെ ലൈൻ ട്രാഫിക് തെറ്റിക്കുക. ഒരു സ്കൂട്ടറിന് പോകാൻ സൈഡിൽ കൂടെ പോയാൽ മതി. നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയാം, പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് വരുന്ന വഴി, ആ വഴിയിൽ വാളയാറ് വരെ 4 വരി പാതയുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നത് വലിയ ലോറികൾ വലതുവശം കയറി പോകാൻ. ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് നിയമത്തിൽ പറയുന്നു. ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ വലതുവശത്തൂടെ പോകുന്ന സ്ലോ ആയിട്ട് പോകുന്ന ലോറികൾ. നിർബന്ധമായി ഞാൻ പറയുന്നു, ഈ ലൈൻ ട്രാഫിക് നിയമം കർശനമാക്കുകയാണ്. എല്ലാവരും വലിയ വണ്ടികൾ, സ്ലോ ആയി പോകുന്ന വണ്ടികളെ ഇടത്തേറ്റും പോവുക, ബൈക്കും സ്കൂട്ടറും ഇടതുവശത്തോടെ പോവുക. റൈറ്റ് ട്രാക്ക് എന്ന് പറയുന്നത് കാറുകൾക്കും മറ്റു വാഹനങ്ങളും വേഗത്തിൽ പോകാനുള്ളതാണ്. അവിടെ അനുവദനീയമായ, ആ റോഡിൽ അനുവദനീയമായ റേറ്റ്, ഹൈവേയിൽ കേരളത്തിൽ 100 കിലോമീറ്ററാണ് കാറുകൾക്ക് വെച്ചിരിക്കുന്നത്. മറ്റു റോഡുകളിലും 90 കിലോമീറ്ററാണ്. ആ ലിമിറ്റ് ലംഘിക്കാതെ പോകാൻ കഴിയണം. ആ ലിമിറ്റിനുള്ള യാത്രയുള്ള അവകാശമുണ്ട്. ഈ വലതുവശത്തുകൂടി പോകുന്ന ലോറികൾ, ഒരുപാട് വണ്ടികൾ ഫൈൻ അടിച്ചു, ബോധവൽക്കരണം നടത്തി. പക്ഷേ ഒരു നിർവാഹമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പറയുകയാണ്, നിങ്ങൾ ഈ ആപ്പ് വരുന്നതോടെ നിങ്ങൾക്ക് കാണാം വലതുവശത്തൂടെ സൈഡ് തരാതെ കയറി പോകുന്ന ലോറികളുടെ വീഡിയോ എടുത്തിട്ട് അയച്ചാൽ ആ നമ്പറിലേക്ക് ഫൈൻ ചെല്ലും. ഇത് അവസാനിപ്പിച്ചേ പറ്റും. നമ്മൾ കുറച്ചൊരു കർശനമായി നമ്മൾ തന്നെ ഒരു ബോധത്തോടെ, നമ്മൾ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ നിയമലംഘനങ്ങൾക്കെതിരാണ്, ഞാൻ ചെയ്യില്ല, മറ്റുള്ളവർ ചെയ്താൽ ഞാൻ കണ്ടെത്തും എന്ന് ചിന്തിക്കാൻ. അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്ന വണ്ടികൾ അപകടം ഉണ്ടാക്കുന്നുണ്ട്. അലക്ഷ്യമായി വണ്ടിയുടെ ബാക്ക് ഭാഗം റോഡിലേക്ക് കിടക്കും. നേരെ പാർക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് ലൈസൻസിൻ്റെ ഭാഗമായി പാർക്കിംഗ് പഠിക്കണമെന്ന് പറയുന്നത്.
അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് വണ്ടി കിടക്കുമ്പോൾ ഒരു വണ്ടി കുറച്ചുകൂടി ഓടി വരുന്ന വണ്ടി കുറച്ചുകൂടി റൈറ്റിലേക്ക് കയറും, അതിനെ കവർ ചെയ്ത് പോകും. കവർ ചെയ്ത് പോകുമ്പോൾ അവിടെ നേരെ വരുന്ന വണ്ടിയുമായി ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് ഈ പാർക്കിംഗ് കണ്ടിട്ടാണ് ഈ ഡ്രൈവർ തിരിക്കുന്നത്. ഈ പാർക്ക് ചെയ്തെങ്കിൽ റോങ് പാർക്കിംഗ് കണ്ടിട്ട് പെട്ടെന്ന് തിരിക്കുകയാണ്. പക്ഷേ എതിരെ വരുന്ന ആൾ അത് ജഡ്ജ് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് ഇടി കിടക്കും അവിടെ. അങ്ങനെയാണ് പല ആക്സിഡൻറ്റ് നടക്കുന്നത്. മദ്യപിച്ച് വണ്ടി ഓടിക്കരുത്. മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിനെ പിടിക്കാനുള്ള പുതിയ മെഷീൻ റോഡ് സേഫ്റ്റി അതോറിറ്റി വാങ്ങുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഞങ്ങൾ അതിൻ്റെ ഏറ്റവും ഉത്തമമായ, ലോകത്ത് കിട്ടുന്ന ഏറ്റവും ഉത്തമമായ മെഷീൻ ഏതാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വാങ്ങും. അത് റാൻഡമായി എല്ലായിടത്തും പരിശോധന ഉണ്ടാവില്ല, സംശയം തോന്നുന്നിടത്തെല്ലാം പരിശോധിക്കും. പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ മയക്കം തോന്നുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത്. പിടിക്കാനുള്ള മെഷീൻ കേരള പോലീസിൻ്റെ കയ്യിലുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ആ മെഷീൻ വാങ്ങുന്നതിനെക്കുറിച്ച് നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വാങ്ങും. നിങ്ങൾ കഴിച്ചിട്ടുള്ള ഡ്രഗ്സ് ഏതാണ്, ഏത് മാരകമായ മയക്കുമരുന്നാണ് നിങ്ങൾ അടിച്ചിട്ടുള്ളതെന്ന് കണ്ടെടുക്കാൻ കഴിയുന്ന മെഷീൻ വന്നിട്ടുണ്ട്. ഇത് നടപ്പിലാക്കാൻ പോവുകയാണ്. അത് മനുഷ്യൻ്റെ ജീവന് വിലയുണ്ട് എന്നുള്ളതുകൊണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ആദ്യം പറയുന്നൊരു കാര്യം, നിങ്ങൾ അപകടം ഉണ്ടാക്കില്ല, പക്ഷേ എതിരെ വരുന്ന ആൾ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിൽ കരുതി കൊണ്ട് വേണം വണ്ടി ഓടിക്കാനെന്നാണ് ആദ്യം പഠിപ്പിക്കുന്നത്. അതായത് നമ്മൾ കറക്റ്റായിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത്, പക്ഷേ എതിരെ വരുന്ന ആൾ റോങ് ആകാനും ആ വണ്ടി നമ്മളെ അപകടത്തിൽപ്പെടുത്താനും സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം വണ്ടി ഓടിക്കാൻ. വണ്ടി ഓടിക്കാൻ ഉപദേശം തരികയൊന്നുമല്ല, പക്ഷേ ഈ നിയമങ്ങൾ ലംഘിക്കാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ റോഡിലുണ്ടാകുന്ന ഈ മരണങ്ങളെ സംബന്ധിച്ച്, ഈ ലൈറ്റ്, അനാവശ്യമായ ലൈറ്റ് പിടിപ്പിക്കുന്നതിനെക്കുറിച്ച്, വണ്ടിയെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ വളരെ അവെയറാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്രയും അവെയറായി നോക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഗവൺമെൻറ്റിന് ഒരു സ്റ്റെപ്പ് പുറമോട്ട് പോകാൻ പറ്റത്തില്ല, ഒരു സൗജന്യവും പ്രതീക്ഷിക്കേണ്ട. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം അത് പാലിക്കാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിന് ചുമതലയുണ്ട്, സർക്കാരിന് ചുമതലയുണ്ട്. ദയവ് ചെയ്ത് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇതനുസരിക്കുക. നിയമം ലംഘിക്കുന്നത് വളരെ മോശമായ, സംസ്കാര സമ്പന്നരുടെ ലക്ഷണമല്ല. സംസ്കാരശൂന്യരാണ് നിയമം ലംഘിക്കുകയും അത് പിന്നീട് യൂട്യൂബിലിട്ട് ആളാകുകയും ചെയ്യുക. അവരാളാകുന്നതിൽ തെറ്റില്ല. നമ്മളിപ്പോൾ ചില പരസ്യമൊക്കെ കാണുമ്പോൾ പറയും വലിയ ആക്ഷൻ ബൈക്ക് ജമ്പിങ് ഒക്കെ കാണിക്കും. അപ്പോൾ പറയും ഇത് ഗ്രാഫിക്സാണ് എന്ന് എഴുതി കാണിക്കും. ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നാൽ പരസ്യത്തിൻ്റെ അടിയിൽ കാണും. അതുപോലെയാണ് ഇതൊക്കെ അവനവൻ ഓരോന്ന് ചെയ്യുമ്പോൾ മറ്റു കുട്ടികൾ, ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ഇത് ഭയങ്കര ത്രില്ലിങ്ങാണ് ഇതൊക്കെ കാണുമ്പോൾ. കൊച്ചു കുട്ടികൾ മുതൽ പ്രായം ചെന്ന ആൾക്കാർ വരെ ഇപ്പോൾ റേറ്റിംഗ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് റേറ്റിംഗ് അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ജീവനും അപകടത്തിലാവും, മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാവും. വളരെ ശ്രദ്ധിക്കുക. കഴിയുന്നത് നടന്നു പോകുന്ന യാത്രക്കാർ ഫുട്പാത്ത് ഇല്ലെങ്കിൽ വലതുവശം ചേർന്ന് പോകണം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റായി LKG മുതലുള്ള കുഞ്ഞുങ്ങൾക്കുള്ള വീഡിയോ, ഗ്രാഫിക്സിൽ അനിമേഷൻ ചെയ്തിട്ടുള്ള വീഡിയോ തയ്യാറാവുകയാണ്. എത്രയും പെട്ടെന്ന് അത് കുഞ്ഞുങ്ങൾക്ക് യൂട്യൂബിലും സ്കൂളുകളുടെ ഡിജിറ്റൽ ക്ലാസ് മുറികളിലൊക്കെ കാണാനുള്ള, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ മൊബൈൽ ഫോണിലൂടെ കുഞ്ഞിന് കാണിച്ചു കൊടുക്കാനും മനസ്സിലാക്കാൻ കഴിയുന്ന കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഗ്രാഫിക്സിലൂടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഗ്രാഫിക്സ് കഥാപാത്രത്തെ ഉണ്ടാക്കി ഒരു കാർട്ടൂൺ കാണുന്ന പോലെ ഈ റോഡ് നിയമങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അടുത്ത ഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ നമ്മൾ കുറച്ചുകൂടെ വലിയ കുട്ടിയാകുമ്പോഴത്തേക്ക് സൈക്കിളിലൊക്കെ പോകുന്ന സൈസാകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. ഏതായാലും 18 വയസ്സിൽ ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ കുട്ടിക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ നിയമങ്ങളും അതറിയിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡെയിലി ട്രാവൽ, അതുപോലെ ഷോർട്ട് ട്രാവലും ലോങ് ട്രാവൽ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരെ ബൈ.